നമസ്കാരം. ഞങ്ങൾ ഇന്നുള്ളത് വടകര മടപ്പള്ളിയിലെ അറക്കൽ എന്ന സ്ഥലത്താണ്. ഇവിടെയാണ് സുഹൃത എന്ന ലിൻസി ഉള്ളത്. കവിത, നൃത്തം, അഭിനയം എന്നീ മേഖലകളിൽ തൻ്റെതായ പ്രാഗൽഭ്യം തെളിയിച്ച സുഹൃതയാണ് ഇന്ന് ഈ പ്രതിഭക്കൂട്ടിൽ നമ്മോടൊപ്പം. ഇത് മകനാണ് യദുനന്ദ് വിനോദ്. +2 കഴിഞ്ഞപ്പോൾ നീറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കോഴ്സിന് ചേർന്നതാണ്, റിപ്പീറ്റേഴ്സ് കോഴ്സിന്. ഇത് ഹസ്ബൻഡാണ്, ടീച്ചറാണ്. പിന്നെ വിനോദ് കുമാർ എന്നാണ് പേര്. പിന്നെ എന്താ പറയുക, എൻ്റെ എല്ലാം എൻ്റെ എല്ലാ വിജയത്തിന് പിന്നിലും ഈ ഒരാളാണ്. ലിൻസി ഏത് ബാച്ചായിരുന്നു? ഞാൻ 98-2000 ബാച്ചായിരുന്നു. ചെറുപ്പത്തിലെ ഡാൻസിനോട് താല്പര്യം ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് നൃത്തരംഗത്തേക്ക് വന്നത്? ചെറുത് മുതലേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഒരു സാഹചര്യം അതിന് അനുകൂലമായിരുന്നില്ല. പിന്നെ ഞാൻ സ്റ്റേജിൽ കയറുന്നത് നമ്മളെ കോളേജിൽ വെച്ചിട്ടാണ്. നമ്മളെ പിന്നെ മുജുകുന്ന് കോളേജിൽ എത്തിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമാണ്. നമ്മൾ ഒരുമിച്ച് കോളേജിൽ വെച്ചൊരു ഡാൻസ് കളിച്ചതല്ലേ? കോളേജിൽ വെച്ച് കളിച്ച ആദ്യ ഡാൻസ് അതായിരുന്നു. പിന്നെ ഏതൊക്കെ ടൈപ്പ് ഡാൻസാണ് ഏറ്റവും കൂടുതലായിട്ട് നീ കളിച്ചത്? നമ്മൾ ശിവതല്ലായിരുന്നു കളിച്ചതായിരുന്നു. അത് പിന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന് ശേഷം ക്ലാസിക്കൽ ഡാൻസ് അല്ല, സെമി ക്ലാസിക്കൽ ഡാൻസിലാണ് കൂടുതലായിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ക്ലാസിക്കൽ ഞാൻ പഠിച്ചിട്ടില്ല ശരിക്കും. ഞാൻ സെമി ക്ലാസിക്കലും പിന്നെ പോയത് തിരുവാതിര, ആ റൂട്ടിൽ അങ്ങ് കയറി. തിരുവാതിര നമ്മളെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ തിരുവാതിരയും ചെയ്തിരുന്നോ? തിരുവാതിരേൻ്റെ കാര്യം, അപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് എന്തൊരു യൂത്ത് ഫെസ്റ്റിവലോ അങ്ങനെ എന്തോ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ ഞാൻ തിരുവാതിര, ഒപ്പന, ഡാൻസ് ഇതിനെല്ലാം കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജ് കയറിയതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഞാൻ അവിടെ അങ്ങ് തീർത്തു. അത്രയും കൊല്ലത്തെ ആ ഒരു ആഗ്രഹം ഞാൻ അവിടെ അങ്ങ് തീർത്തു. പിന്നെ അത് കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് വന്നു. കല്യാണം കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ സമ്മതത്തോടു കൂടെ ഞാൻ ഈ ഫീൽഡിലേക്ക് ശരിക്കും അങ്ങോട്ട് ഇറങ്ങുന്നത്. എഴുത്തുകാരി, അഭിനേത്രി, കൊറിയോഗ്രാഫർ, ഡാൻസർ, ഈ രംഗത്തേക്കെല്ലാം കടന്നു വരാൻ വേണ്ടി ഭർത്താവിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കും അല്ലേ? എൻ്റെ ഭർത്താവിൻ്റെ പൂർണ്ണ പിന്തുണയാണ് എൻ്റെ ഈ എല്ലാ വിജയത്തിൻ്റെ കാരണം. ശരിക്കും ഒരുപാട് ആൾക്കാരുണ്ട്, ലേഡീസ്, അടുക്കളയിൽ ജീവിതം ഹോമിക്കുന്ന ഒരുപാട് ആൾക്കാർ. അതിൽ നിന്ന് എത്രയോ ഭാഗ്യം ചെയ്ത ഒരാളായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. കാരണം ഇത്രയും നല്ലൊരു നമുക്ക് കഴിവുണ്ടായിട്ട് കാര്യമില്ല. നമുക്കത് പുറത്തോട്ട് എത്തിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ബാക്ക് ബോണായിട്ട് ഒരാൾ നിൽക്കണം. അത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്, എൻ്റെ വിനോദം തന്നെയാണ് അതിൻ്റെ കൂടെ നിന്നതും. ഇത്രയും ഉയരത്തിലേക്ക്, ഉയരം മീൻസ് ഇത്രയും വലിയ ആളല്ലെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാരണം എൻ്റെ ഭർത്താവാണ്. അതെ.
എഴുത്തിന് കിട്ടിയതും ഉണ്ട് ഇതിൽ. ഇതൊക്കെ എഴുത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണത്. ഗിന്നസ് റെക്കോർഡിൽ എൻ്റെ ഒരു കവിത വന്നിട്ടുണ്ടായിരുന്നു, അതിന് കിട്ടിയ റെക്കോർഡ്സാണ് ഇതെല്ലാം, വേൾഡ് റെക്കോർഡ്സ്. പിന്നെ എനിക്ക് കിട്ടിയത് തിരുവാതിരയ്ക്കുള്ള പുരസ്കാരമുണ്ട്. ഇത് PSC, ഞാൻ PSCയിലെ ഒരു ടീച്ചറാണ്. ഇവിടുത്തെ അറക്കൽ ക്ഷേത്രം വക നടക്കുന്നൊരു PSC സെൻ്ററുണ്ട്, അതിലൊരു ടീച്ചറാണ്. അതിൽ പൗരാവലി, നമ്മുടെ നാടിൻ്റെ ആൾക്കാർ പൗരാവലി നൽകിയ ഒരു പുരസ്കാരമാണത്. ചെറുപ്പം മുതലേ എഴുത്തിനോട് താല്പര്യമുള്ള ആളായിരുന്നു? ചെറുപ്പം മുതലേ എഴുത്ത് എന്ന് പറയുമ്പം ഞാൻ നമ്മുടെ ഡയറിയിലൊക്കെ കുത്തിക്കുറിക്കലുണ്ടായിരുന്നു. അത് ഞാൻ പുറത്തോട്ട് ആരെയും കാണിച്ചിട്ടില്ല. നമുക്കൊരു പേടിയായിരുന്നു ഫസ്റ്റൊക്കെ. ഇത് പുറത്തോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതിന് എന്തായിരിക്കും അഭിപ്രായം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വലിയ പേടിയായിരുന്നു. പിന്നെ ഈ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, അവന് ഞാൻ എഴുതുമെന്ന് അറിയുന്നത് കൊണ്ട് എന്നെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തു, സാഹിത്യ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അങ്ങനെ ആണ് ഞാനിപ്പോൾ എഴുത്തിൻ്റെ ആ ഒരു മേഖലയിലോട്ട് അങ്ങ് കയറിയത്. പിന്നെ അവിടെ മുതൽ ഞാൻ എഴുതാൻ തുടങ്ങി. നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകൾ അഭിപ്രായം പറഞ്ഞു, തിരുത്തി തരാൻ ആളുകളുണ്ടായി. കോളേജിലെ ലിൻസി എന്ന പേരിലായിരുന്നല്ലോ, അതെ. പിന്നീട് അത് സുഹൃത എന്ന പേരിലേക്ക് മാറ്റാൻ എങ്ങനെയാണത്, അതിൻ്റെ ഒരു സാഹചര്യം? ശരിക്കും എൻ്റെ പേര് സുഹൃത എന്നാണ്. ചെറുതിൽ ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അച്ഛനമ്മ എനിക്ക് ഇട്ടത് സുഹൃത എന്നാണ്. പക്ഷേ എന്തുകൊണ്ടോ അവർ സ്കൂളിലേക്ക് എത്തുമ്പോൾ എൻ്റെ പേര് ലിൻസി എന്ന് മാറ്റി, റെക്കോർഡിക്കൽ ലിൻസി എന്നാണ്. അപ്പോൾ ഞാനൊരു എൻ്റെ നാട്ടിലും എൻ്റെ കുടുംബക്കാരുടെ ഇടയിലും ഒക്കെ ഞാൻ അറിയപ്പെടുന്നത് സുഹൃത എന്നാണ്. അത് ശരിക്കും തൂലിക നാമമല്ല, എൻ്റെ ശരിക്കുള്ള പേര് തന്നെയാണ്. ഈ റെക്കോർഡിക്കൽ മാത്രമേ ലിൻസി ഉള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മൾ കൂടെ പഠിച്ച ആൾക്കാർക്കൊക്കെ ഈ ലിൻസി എന്ന് മാത്രമേ അറിയുള്ളൂ, സുഹൃത എന്നറിയില്ല. അപ്പോൾ ഞാൻ എഴുത്തുകളിലും എൻ്റെ എല്ലാ ആക്ടിവിറ്റികളിലും ഞാൻ ഇടുന്നത് സുഹൃത മടപ്പള്ളി എന്നാണ്. നീ ഇപ്പോൾ ഗവൺമെൻറ് ജോലിയല്ലേ ചെയ്യുന്നത്? ഒരുപാട് വർഷം പ്രയത്നിച്ചോ അതിന് വേണ്ടിയിട്ട്? അതെ, ഞാൻ 2 വർഷത്തോളമാണ് PSCക്ക് പഠിച്ചത്. ശരിക്കും ഒരുപാട് വർഷം ഞാൻ PSC കിട്ടൂല എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ടുണ്ട്. നമ്മളെ ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോഴാണ് ഞാനൊന്ന് PSCക്ക് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അറക്കൽ അമ്പലത്തിൻ്റെ വക നടത്തുന്നൊരു PSC ഉണ്ട്, ബിജു മാഷാണ് അതിൻ്റെ ലീഡർ. അപ്പോൾ മാഷ് ക്ലാസ്സിൽ ഞാൻ പോയി ജോയിൻ ചെയ്തിട്ട് എൻ്റെ ഒരു ലക്ഷ്യം LD കിട്ടുക എന്നാണ്. 2 വർഷം ഞാൻ പഠിച്ചു. പഠിക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ ഒറ്റച്ചാട്ടത്തിന് കിട്ടണം, ഇല്ലെങ്കിൽ ഞാനിത് പഠിത്തം ഒഴിവാക്കുന്നു. കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ PSCയിലോട്ട് പഠിക്കാൻ വേണ്ടി പോയത്. നമ്മൾ കോളേജ് ജീവിതമെല്ലാം കഴിഞ്ഞിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് എടുത്തിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ പഠിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ക്ലാസ്സിൽ ചേർന്ന് അതിൻ്റെ കൂടെ ആ ഒഴുക്കിനങ്ങ് പോയി കിട്ടി. ശരിക്കും ആ ഒരു PSC ക്ലാസ്സിൽ പോയത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അഭിമാന നിമിഷമാണത്. ഭയങ്കര സന്തോഷം. PSC വഴിയാണ് ജോലി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഇനിയും PSC എഴുതുന്ന കുട്ടികൾക്ക്, ഓൺലൈൻ ക്ലാസ്സിൽ അല്ലാതെ ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപദേശം നൽകാമോ? ഉപദേശം എന്ന് പറഞ്ഞാൽ ഉപദേശമായിട്ടല്ല, എന്താ പറയുക, അവരോടുള്ളൊരു റിക്വസ്റ്റാണ്. നമ്മളിപ്പോൾ ഒരുപാട് കുട്ടികൾ ഞാനിപ്പോൾ PSCയിൽ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഒരുപാട് കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ച് കഴിഞ്ഞ് കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് എടുത്തിട്ടാണ് നമ്മൾ PSCക്ക് വരുന്നത്. ആ ഒരു PSC പഠിക്കുമ്പോൾ തലയിലോട്ട് കയറുന്നില്ല, മറന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സമയം കിട്ടുന്നില്ല, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മളോട് പറയലുണ്ട്. അപ്പോൾ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, മെസ്സേജ് അയക്കലുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ
പഠിത്തം എന്ന് പറഞ്ഞാൽ അത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ശ്രമിച്ചാൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കണ്ടില്ലേ, റിട്ടയർ ആയിട്ടുള്ള കുറേ ആൾക്കാർ വക്കീൽ ഭാഗം പഠിച്ചിട്ട് ജോലിയിൽ കയറുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പിന്നെ പ്രായമുള്ള ആൾക്കാർ അതുവരെ വീട്ടിലിരുന്ന് എന്താ പറയുക, ഒരു പാർട്ട് ലൈഫിൻ്റെ ഒരു പാർട്ട് അവിടെ തന്നെ ഹോമിച്ച ആൾക്കാർ പ്രായമായി കഴിയുമ്പോഴേക്കും അവർക്ക് ആഗ്രഹം വരിക, ഇനിയും വിഷമങ്ങൾ വരിക. നമ്മളിങ്ങനെ എൻ്റെ ജീവിതം സ്പോയിലായി പോയല്ലോ, ഇനി ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് എന്തെങ്കിലും എൻ്റേതായ ഒരു ആഗ്രഹങ്ങൾ നേടണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ആൾക്കാർ ആ ഒരു പ്രായത്തിൽ ഇറങ്ങിയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മുടെ 24 മണിക്കൂറാണ് എല്ലാവർക്കും കിട്ടുന്നത്. ആ 24 മണിക്കൂറിൽ ഓരോ സമയം നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ ഗ്യാപ്പ്, പഠിത്തത്തിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നുമില്ല. അത് നമുക്ക് ശ്രമിച്ചാൽ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ PSC എന്ന് പറയുന്നത്, ഞാനൊക്കെ പണ്ട് എന്താ പറയുക, ഈ ഭൂമിയിലുള്ള ആകാശത്തിലുള്ള പാതാളത്തിലുള്ള കുറേ കാര്യങ്ങൾ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വർഷങ്ങൾ വെറുതെ കളഞ്ഞിട്ടുണ്ട് ഈ PSC പഠിക്കാതെ. ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ PSC പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ എത്രയോ സ്മൂത്തായിട്ട് നമുക്കത് പഠിത്തം കൊണ്ടുപോകാനും ജോലിയിൽ കയറാനും പറ്റും. നമ്മൾ വെറുതെ വിചാരിക്കും നമുക്ക് കുറേ മാനിപ്പുലേഷനാണ്, നമുക്ക് കിട്ടൂല, എഴുതാപ്പുറമാണ്, എനിക്ക് കിട്ടാത്തൊരു കാര്യമാണ് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വെറുതെ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നുമല്ല സത്യം. നമ്മൾ ശ്രമിച്ചാൽ എന്തായാലും കിട്ടും. നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നോ ആ ആഗ്രഹം, ആ ലക്ഷ്യം നിറവേറാൻ വേണ്ടിയിട്ട് ലോകം നമ്മുടെ കൂടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ വലിയ തത്വചിന്തകന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെ ഈ ലോകം തന്നെ നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് ലക്ഷ്യം ആദ്യം ഉണ്ടാവണം, ആ ലക്ഷ്യത്തിലേക്ക് ചെന്ന് കയറാനുള്ള ഒരു മനസ്സും ആദ്യം ഉണ്ടാവണം. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ശ്രമിക്കുക, മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ശ്രമിക്കുക. നമ്മൾ വീട്ടിൽ സാഹചര്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മൾ എന്താക്കണം, ലക്ഷ്യത്തിലേക്ക് എത്തണം. അതാണ് വിജയം. അല്ലാണ്ട് ആ ബുദ്ധിമുട്ടുകൾക്ക് പിന്നെന്താ അടിമപ്പെട്ട് നമ്മളവിടെ ജീവിതം ഹോമിച്ച് കഴിഞ്ഞാൽ നമ്മൾ തികച്ചൊരു പരാജയമാണ്. പരാജയമല്ലല്ലോ ജീവിതത്തിൽ വേണ്ടത്, വിജയമല്ലേ. അപ്പോൾ ഓരോരുത്തരും എന്താക്കണം, ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് കുറേ ചിറകുകൾ സ്വയം ഉണ്ടാക്കണം. നമ്മുടെ SCR BTM കോളേജിൻ്റെ അഭിമാനമാണ് ലിൻസി. മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ കഴിയട്ടെ. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടതിനും എല്ലാത്തിനും നന്ദി അറിയിക്കുന്നു. ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്താൻ വേണ്ടി ഞങ്ങളുടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.